മഹാരാഷ്ട്രയിൽ 5 മാസം കൊണ്ട് 1 കോടി വോട്ടർമാർ ചേർത്തു എന്നടക്കമുള്ള ആരോപണമുണ്ട്. എങ്ങനെയാണ് ഈ ആരോപണത്തെക്കാൾ താങ്കളുടെ ചുമതലയോടെ ഉണ്ടായിരുന്നല്ലോ? രാഹുൽജി പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും ശരിയാണ്. മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് ഞങ്ങളെല്ലാം ഞെട്ടിപ്പിച്ച ഒരു തെരഞ്ഞെടുപ്പാണ്. അവിടുത്തെ ജനങ്ങളെയും ഞെട്ടിപ്പിച്ച തെരഞ്ഞെടുപ്പാണ്. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ നടന്നപ്പോൾ അന്ന് മഹാവികാസ് അഘാഡിക്ക് വൻപിച്ച മുന്നേറ്റം ഉണ്ടായി. വലിയ തോതിലുള്ള ഭൂരിപക്ഷത്തോടെ സീറ്റുകൾ ജയിക്കുകയുണ്ടായി. എന്നാൽ 48 സീറ്റിൽ 32ഓളം സീറ്റുകൾ നമ്മളന്ന് ജയിച്ചതാണ്. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ആ ഫലം നേരെ വിപരീതമായിട്ടാണ് കണ്ടത്. മാത്രമല്ല അതൊരിക്കലും വിശ്വസനീയമായ ഒരു റിസൾട്ടായിരുന്നില്ല. അതിനുശേഷം ഞങ്ങൾ പഠിച്ചപ്പോഴാണ് വോട്ടർ പട്ടികയിലെ ഗുരുതരമായ ക്രമക്കേടുകൾ കണ്ടെത്തിയത്. അതിനെ സംബന്ധിച്ച് രാഹുൽ ഗാന്ധിജി പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും ശരിയാണ്. വോട്ടർ പട്ടികയിൽ ഉണ്ടായിരിക്കുന്ന ഗുരുതരമായ ക്രമക്കേടുകൾ അന്ന് മഹാരാഷ്ട്രയിലെ എല്ലാ സ്ഥലങ്ങളിലും അതിനെതിരായിട്ട് പ്രകടനങ്ങളും ജാഥകളും അതോടൊപ്പം തന്നെ ഇലക്ഷൻ കമ്മീഷനുള്ള പരാതികളും ഒക്കെ ഞങ്ങൾ കൊടുത്തതാണ്. പക്ഷെ ഒരു ഫലവും ഉണ്ടായില്ല. ഇന്ത്യൻ ജനാധിപത്യത്തിന് നേരെയുള്ള കടുത്ത വെല്ലുവിളിയാണ് ഇതെല്ലാം എന്ന് വളരെ വ്യക്തമാണ്. അത് പാർട്ടി കൂടി ആലോചിക്കേണ്ട കാര്യം, അത് ഞാൻ പറയേണ്ട ഒരു കാര്യമല്ല. രാഹുൽ ഗാന്ധി നേരിട്ട് തെളിവുകൾ കമ്മീഷന് മുൻപാകെ ഹാജരാകട്ടെ എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത്. അതിനുള്ള സമയം നീട്ടിക്കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പക്കലുള്ള രേഖകളാണല്ലോ രാഹുൽ ഗാന്ധി? രാഹുൽജി പറഞ്ഞ ഇലക്ഷൻ കമ്മീഷൻ പ്രസിദ്ധീകരിച്ച വോട്ടർ പട്ടിക വെച്ചിട്ടാണ്. ആ വോട്ടർ പട്ടികയിലെ കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്. ഇതൊരു നിയോജകമണ്ഡലത്തിലെ കാര്യമാണെങ്കിൽ ഇന്ത്യയിലെ പല നിയോജകമണ്ഡലങ്ങളിൽ ഇത് ഉണ്ടായിട്ടുണ്ട്. മഹാരാഷ്ട്രയിലാണ് ഏറ്റവും നഗ്നമായ ചട്ടലംഘനം നടന്നത്. അവിടുത്തെ തെരഞ്ഞെടുപ്പ് വാസ്തവത്തിൽ BJPക്ക് അനുകൂലമായി ഇലക്ഷൻ കമ്മീഷൻ നടത്തിയ ഒരു അതിക്രമമായിരുന്നു. ആ അതിക്രമത്തിലൂടെയാണ് അവിടെ ഗവൺമെൻറ് ഉണ്ടായത്. ഇപ്പോഴും ജനങ്ങൾക്ക് പ്രതീക്ഷയില്ല. ഇപ്പോഴും ജനങ്ങൾ വിശ്വസിക്കുന്നില്ല ഇങ്ങനെയൊരു തെരഞ്ഞെടുപ്പ് ഉണ്ടായി എന്നുള്ളത്, വിജയം ഉണ്ടായി എന്ന് ജനങ്ങൾ വിശ്വസിക്കുന്നില്ല. ഇതാണ് സത്യം. അത് പാർട്ടി പരിശോധിക്കണം. വോട്ടർ പട്ടികയുടെ കാര്യത്തിൽ പാർട്ടി പ്രവർത്തകർ ഗൗരവത്തോടെ പരിശോധന നടത്തേണ്ട ഒരു കാര്യമാണ്. വലിയ പരാതികൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് വോട്ടർ പട്ടിക ശരിക്കും പരിശോധിക്കുകയും ആ പരിശോധിച്ച് മാറ്റങ്ങൾ വരുത്തേണ്ട ആയിട്ടുണ്ടോ എന്ന് പരിശോധിക്കുകയും ചെയ്യണം. ഗൗരവമായ പരിശോധന ആവശ്യമാണ് വോട്ടർ പട്ടികയുടെ കാര്യത്തിൽ.